ഏതാ ഈ സ്ഥലം? ഞാനിങ്ങനെ കാർ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തി. എനിക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ അറിയാത്താണല്ലോ. എനിക്കിതുവരെ എത്താൻ സാധിക്കാത്ത നന്ദിനി നിലയം രാജനന്ദിനി എന്നെ ഇവിടെ എത്തിച്ചതാണ്. ഇവിടെ ഡ്രൈവ് ചെയ്ത് വരുന്നത് വരെ ഞാൻ രാജനന്ദിനി ആയിരുന്നു എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ഡയറിയിൽ വായിച്ച ഓരോ വാക്കുകളും പകൽ പോലെ സത്യമാണെന്ന് വിശ്വസിക്കാൻ എനിക്കിത് ധാരാളം. രാജനന്ദിനി പോലെ ചിന്തിച്ച് ശ്രീലക്ഷ്മിയായി അന്വേഷിച്ച് മറഞ്ഞിരിക്കുന്ന എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരണം. അവിടെ നിനക്ക് എന്റെ ഓർമ്മകൾ ഉറങ്ങുന്നത് കാണാനാകും. എന്റെ മരണത്തിന് കാരണക്കാരായവരെ നീ കണ്ടെത്തണം. ഇനിയും നിനക്ക് സമയം കളയാനില്ല. ആരാ നിങ്ങളൊക്കെ? എന്താ നിങ്ങൾക്ക് വേണ്ടത്?
ഞാനെന്തിനാ ഓടുന്നത്? പേടിച്ചോടാൻ തുടങ്ങിയാൽ എന്റെ അന്വേഷണങ്ങൾ എനിക്കൊരിക്കലും പൂർത്തിയാക്കാനാവില്ല. രാജനന്ദിനി എന്റെ കൂടെ ഉള്ളപ്പോ ഞാനെന്തിനു ഭയക്കണം? ഇല്ലമ്മേ, രാജാറാമിന് കോൾ കണക്ട് ആവുന്നില്ല. ഈശ്വര, ഈ ശ്രീലക്ഷ്മി ഇത് എവിടേക്കാ പോയത്? ഫോൺ ഓഫ് ചെയ്ത് രാജാറാം ഇത് എവിടെ പോയിരിക്കുക? സെക്യൂരിറ്റീസിന്റെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആ സെക്യൂരിറ്റീസിന്റെ മുന്നിൽ കൂടെയല്ലേ ഏട്ടത്തിയും ഒറ്റയ്ക്ക് കാറുമായിട്ട് പോയത്? അവർക്കെങ്കിലും ഒന്ന് തടയായിരുന്നല്ലോ. അതിന് രാജാറാമിനെയും സെക്യൂരിറ്റീസിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രഘു. ശ്രീലക്ഷ്മിയെ രഘുവിനെ ശരിക്കും അറിയാത്തതുകൊണ്ടാ. അവളുടെ മുമ്പില് എന്തെങ്കിലും ഒരു കാര്യത്തിന് തടസ്സമായിട്ടൊന്ന് നിന്നു നോക്ക്, അപ്പൊ മനസ്സിലാവും ശ്രീലക്ഷ്മിയുടെ തനി സ്വരൂപം. അവൾ ആരാന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. നീ വെറുതെ എഴുത്തിയിലേക്ക് എണ്ണ ഒഴിക്കാതെ രേഖ. നിന്നോട് ഞാൻ ചേട്ടായി വിളിക്കാൻ പറഞ്ഞിട്ട് എന്തായി? ബ്രദറിലോയെ ഞാൻ 2 തവണ വിളിച്ചു. ഫോൺ റിംഗ് ആവുന്നുണ്ട്. ബ്രദറിലോ കോൾ എടുക്കുന്നില്ല. അപ്പോഴത്തെ ധൃതിയില് ബ്രദറിലോ ഫോൺ എടുത്തു കാണില്ല. ഞാൻ പറയുന്നത് വിശ്വാസം ആയില്ലെങ്കിൽ രഘു തന്നെ ഒന്ന് വിളിച്ചു നോക്ക്. ഈശ്വര, ശ്രീലക്ഷ്മിക്ക് ഒരു ആപത്തും വരുത്തരുതേ. ഇനി തിരിച്ചെത്തിച്ചു തരണേ. അമ്മ വിഷമിക്കാതെ. ചേട്ടായി പോയിട്ടുണ്ടല്ലോ. ഏട്ടത്തി അമ്മയ്ക്ക് ഒരു ആപത്തും വരില്ല. അമ്മ സമാധാനമായിരിക്കേ. മധുരല്ലോ പേടിക്കൊന്നും വേണ്ട. അവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് ചുമ്മാ ബാക്കിയുള്ളവരെ ടെൻഷൻ അടുപ്പിക്കാനായി അവള് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിപ്പോ ആദ്യമായിട്ടാണോ ശ്രീലക്ഷ്മി എല്ലാവരും ഇങ്ങനെ ഞെട്ടിക്കുന്നത്? എന്തായാലും അമ്മയുടെ പുന്നാര മരുമകള് പുറത്ത് കാണുന്ന പോലെ ഒരു മാടപ്രാവല്ലാന്ന് അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. എന്താ രേഖ ഈ സമയത്ത് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെയാ രഘു സംസാരിക്കേണ്ടത്? രഘു പറഞ്ഞതാ. ഇപ്പോഴും രഘുവിന്റെ ചേട്ടത്തെ അമ്മ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ടോ? എന്റെ രേഖ, നീ ഇങ്ങനെ വെറുതെ നെഗറ്റീവായി ചിന്തിച്ച് ഓരോന്ന് പറഞ്ഞ് വെറുതെ അമ്മയെ പേടിപ്പിക്കരുത്. ഏട്ടത്തിയമ്മ എന്തെങ്കിലും അർജന്റ് കോൾ വന്നപ്പോൾ പോയതായിരിക്കും. നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു കാണും. ഈ രാത്രിയില് ശ്രീലക്ഷ്മിയെ ഇത്ര അർജന്റായിട്ട് വിളിക്കാനുള്ളത് ആരാ? അത് മാത്രമല്ല, ഇവിടെ എത്രയോ വണ്ടികളുണ്ട്. അതൊന്നും എടുക്കാതെ വർഷങ്ങളായിട്ട് മൂടിയിട്ടിരിക്കുന്ന കാറ് സ്വയം ഡ്രൈവ് ചെയ്ത് ഇവിടുത്തെ എങ്ങോട്ടാ പോയത്? ഏട്ടത്തിയമ്മയ്ക്ക് ഒരു അച്ഛനും അമ്മയും ഉണ്ട് രേഖ. അവരേതോ നാട്ടിൽ ജീവിക്കുന്നുമുണ്ട്. അവരാണ് ശ്രീലക്ഷ്മിയെ അത്യാവശ്യമായി കാണുമെന്ന് പറഞ്ഞ് വിളിച്ചതെങ്കിൽ അതെന്നോടോ രേഖയോടോ പറയേണ്ട കാര്യം ഏട്ടത്തിയമ്മയ്ക്ക് ഇല്ല. അവരോട് അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണല്ലോ നീ ചെയ്തിട്ടുള്ളത്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ശരി, എന്നോട് പറയണ്ട. രഘുവിനോടോ മദറിൻലോയോടോ പറയണ്ട. ബ്രദറിൻലോയോട് പറയായിരുന്നല്ലോ. ബ്രദറിൻലോയെ കൂട്ടിക്കൊണ്ടു പോവായിരുന്നല്ലോ. നിങ്ങൾക്കാർക്കും ഇപ്പോഴൊന്നും മനസ്സിലാവില്ല. അവസാനം ഈ വീടിന്റെയും നമ്മുടെ കുടുംബത്തിന്റെയും മാനം പോകുമ്പോഴേ നിങ്ങളൊക്കെ പഠിക്കും. അന്ന് എല്ലാവരും പറയും ഈ രേഖയായിരുന്നു ശരിയെന്ന്. ഒന്ന് നിർത്തുന്നുണ്ടോ രേഖ, പ്ലീസ്? നിങ്ങൾ എല്ലാവരും അവൾക്ക് ആവശ്യമില്ലാത്ത ഫ്രീഡം കൊടുക്കുന്നതാ ഇതിനെല്ലാം കാരണം.
അവളിങ്ങി വരട്ടെ. നിങ്ങൾ ആരും ചോദിച്ചില്ലെങ്കിലും ഞാൻ ഇതെല്ലാത്തിനും ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും. അതിരല്ലോ മദറിൻലോയ്ക്ക് ശ്രീലക്ഷ്മിയോട് മാത്രം അതിഭയങ്കരമായ വാത്സല്യവും സ്നേഹവും ആയിരിക്കും എന്നുവെച്ച് അവളുടെ എല്ലാ തോന്നിയാവസത്തിനും എനിക്ക് അങ്ങനെ കൂട്ടു നിൽക്കാനാവില്ല. ഇത് ഈ വർമ്മൻ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ്. രേഖ ഇപ്പൊ സമാധാനിക്കും. രവി ശ്രീലക്ഷ്മിയും കൂട്ടി വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ദൈവമുണ്ട് മോളെ ശ്രീലക്ഷ്മി, നീ എന്നോട് കാണിച്ചതിന്റെയൊക്കെ ഫലമായതൊക്കെ. അല്ലെങ്കിൽ നീ ആ പഴഞ്ചൻ കാറുമായി പോയ സമയത്ത് എനിക്ക് അവിടെ നിന്നത് കാണേണ്ട സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. കാറുമായി നീ പോവാനും അത് ഞാൻ കാണാനും. ഇനി ബ്രദറിലോ നിന്നെയും കൂട്ടി ഇവിടെ വരുമ്പോ നിന്റെ ഗായത്രി അമ്മ വരെ നിനക്കെതിരാവും. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി. മോളെ ശ്രീലക്ഷ്മി, എന്താ മോളെ നീ എന്തൊക്കെയാ കാണിക്കുന്നത്? എങ്ങോട്ടാ നീ പോയത്? അമ്മേ, അത് പിന്നെ ഈ രാത്രിയിൽ ആരോടും പറയാതെ കാറും എടുത്ത് ഒറ്റയ്ക്ക് പോവാന്ന് വെച്ചാ ഞങ്ങൾ എല്ലാവരും എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ നിനക്ക്? അമ്മേ, ഞാൻ മനഃപൂർവ്വമല്ല, അറിയാതെയാ. അറിയാതെ ഈ ഒരു വാക്ക് വായിന്ന് വീണില്ലല്ലോന്ന് ഇപ്പൊ ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. എന്നിട്ട് ബാക്കി പറഞ്ഞ് ഞങ്ങളെന്ന് കേക്കട്ടെ. അറിയാതെ ഡ്രൈവിംഗ് അറിയാതെ കാർ ഓടിച്ചു പോയെന്നോ അതോ അഷ്ടമിയുടെയും അമാവാസിയുടെയും പ്രത്യേക ശക്തിയിൽ ഇതൊക്കെ അറിയാതെ ചെയ്തതാണെന്നോ? എല്ലാവരും എപ്പോഴത്തേതും പോലെ അങ്ങ് ക്ഷമിച്ചേക്കണേ. ശ്രീലക്ഷ്മി അറിയാതെ ചെയ്തു പോയതാ. നോക്ക്, നീ പൊട്ടം കളിച്ചതും ഞങ്ങളെ പൊട്ടം കളിപ്പിച്ചതും ഒക്കെ മതിയാക്കിയിട്ട്
മദറിലോ ചോദിച്ചതിന് വ്യക്തമായൊരു ഉത്തരം, ഞങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി നീ. നിന്റെ സ്ഥിരം ക്ലീഷേ ഡയലോഗ് ഇനി ഇവിടെ വേണ്ട. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മാഡം. നീ ഒന്നും പറഞ്ഞില്ല, അത് തന്നെ ഞാനും പറഞ്ഞത്. ഇവിടെ ഉള്ളവരെ കുറച്ച് സമയത്തേക്ക് നീ എന്തുമാത്രം ടെൻഷൻ അടുപ്പിച്ചെന്ന് വല്ല ധാരണയുണ്ടോ നിനക്ക്? അതെങ്ങനാ? അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് വല്ല ചിന്തയുണ്ടായിരുന്നെങ്കിലേ ഈ വീട്ടിൽ ആരും അറിയാതെ രാമുവിന്റെ കാലത്തെ കാറും എടുത്ത് പാതിരാത്രിയിൽ നാട് തണ്ടാൻ ഇറങ്ങുമായിരുന്നോ? നിനക്ക് ഡ്രൈവിംഗ് അറിയില്ലെന്നല്ലേ നീ ഞങ്ങളെല്ലാം പറഞ്ഞു വിശ്വസിപ്പിച്ചത്? അതോ ഞങ്ങളോട് മാത്രമാണോ നീ അങ്ങനെയൊക്കെ പറഞ്ഞത്? ബ്രദറിലേക്ക് അറിയാമായിരുന്നോ ശ്രീലക്ഷ്മി ഡ്രൈവ് ചെയ്യുന്നുള്ള കാര്യം? ബ്രദറിലോയുടെ ഈ മൗനം എനിക്ക് മനസ്സിലായി. സ്വന്തം ഭർത്താവിനോട് പോലും ഒളിച്ചു വെക്കാൻ ഡ്രൈവിംഗ് അത്ര മോശം കാര്യമൊന്നും അല്ല ശ്രീലക്ഷ്മി. രേഖ, നീ നിർത്ത്. ഞാൻ ചോദിക്കാം ഇവളോട്. എന്ത് ചോദിക്കാന്ന്? ഇനി എന്താ നിങ്ങൾക്കൊക്കെ അറിയാനുള്ളത്? ഞാനത് പറയുമ്പോ എന്നെ ഒറ്റപ്പെടുത്തുമായിരുന്നല്ലോ നിങ്ങളൊക്കെ. അതുമല്ല, എനിക്ക് ചോദിക്കേണ്ടത് ഇവളോടല്ല. ഇവൾ ഓരോ തവണ ഓരോന്ന് ചെയ്യുമ്പോ അവളുടെ വശം നിന്ന് എന്നെ കുറ്റക്കാരിയാക്കുന്ന നിങ്ങളോടാ. ഞാനൊരു സാധാരണ വീട്ടിലല്ല ജനിച്ചതും വളർന്നതും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ ഇവിടെ എല്ലാവർക്കും കുറ്റം. അല്ല, ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് രാത്രി ഇവൾക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിൽ ആര് സമാധാനം പറയുമായിരുന്നു? എന്തുദ്ദേശത്തിലാ ഇവളിതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതൊക്കെ അവളുടെ ഇഷ്ടം. പക്ഷേ അതൊക്കെ ഈ വീടിന്റെ പടിക്ക് പുറത്ത്. ഞാനും എന്റെ ഭർത്താവും ഉൾപ്പെടുന്ന ഈ കുടുംബത്തിനകത്ത് ഇതൊന്നും അനുവദിച്ചു തരാൻ പറ്റില്ല. ഇത്രയും ദിവസം ഈ വീടിനകത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പാതിരാത്രി നടു റോഡിലും മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. മാഡം, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചില്ല. ഹാ, അതെനിക്ക് മനസ്സിലായി. അതാണല്ലോ അടുത്തുണ്ടായിരുന്ന സ്വന്തം ഭർത്താവിനെ പോലും ബുദ്ധിമുട്ടിക്കാതെ ഒറ്റയ്ക്കങ്ങ് പോയത്. ആരെയും ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്ത് വിചാരിച്ചാണാവോ മാഡം രാത്രി കാർ എടുത്ത് സവാരിക്ക് പോയത്? ഒന്ന് പറഞ്ഞേ കേക്കട്ടെ ഞങ്ങള്. ഇനിയും നീ പറയുന്നത് വിശ്വസിക്കണോ ഇവിടെ ഉള്ളവര്? നീ പറയുന്നത് മുഴുവൻ നുണയാ. കള്ളത്തരങ്ങളുടെ ഒരു കോട്ടയാ നീ. ബ്രദറിലും വരെ നിന്റെ ഈ നുണകൾ വിശ്വസിച്ചിരിക്കുന്നു. രഘു എന്താ എന്നോട് കുറച്ചു ദിവസം മുമ്പ് പറഞ്ഞത്? എനിക്ക് ശ്രീലക്ഷ്മിയോട് ദേഷ്യമാണെന്ന്. സ്നേഹം എങ്ങനെ ദേഷ്യമായിന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവളുടെ ഓരോ പ്രവൃത്തികൾ കണ്ട എനിക്ക് ഇവളെ ഇഷ്ടമല്ലാതായത്. അമിത ദേഷ്യം കാണിക്കുന്നവരെക്കാൾ സൂക്ഷിക്കണം രഘു, അമിത വിനയം കാണിക്കുന്നവരെ. രേഖ മാഡം, പ്ലീസ്. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് എന്നെ കുറ്റക്കാരിയാക്കാൻ മാഡം മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി മാഡം പറയുന്ന പോലെ ഞാൻ കുറ്റം സമ്മതിച്ചു തന്നാൽ തന്നെ എന്നെ ശകാരിക്കാനും വേണ്ടി വന്ന തല്ലാനും എന്റെ മേൽ അധികാരമുള്ള ആളുകൾ വേറെയുണ്ട് ഇവിടെ. ഇവൾ ഈ പറഞ്ഞതിന്റെ മറുപടി നിങ്ങൾ ആരെങ്കിലും പറയോ അതോ ഞാൻ തന്നെ പറയണോ? എനിക്കറിയാം, ആരും ഒന്നും പറയില്ല. ഇവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തൊക്കെ ഇവിടെ ഇപ്പൊ നടന്നേനെ. അല്ലെങ്കിലും ഇവൾക്ക് ഇവിടെ ഒരു നിയമം, ബാക്കിയുള്ളവർക്ക് വേറെ നിയമമാണല്ലോ. ഇനി മുതൽ ഞാനും എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പോവുക. അപ്പോഴും ഇതുപോലെ മിണ്ടാതെ നിന്നോണം എന്റെ ഭർത്താവടക്കം എല്ലാവരും. നീ ഒന്ന് മതിയാക്ക്. ശ്രീലക്ഷ്മി, നീ എന്തു പറഞ്ഞാലും ചെയ്തത് തെറ്റ് തന്നെയാ. എന്തിനാണ് ഇതൊക്കെയെന്ന് നിനക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ ഈ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ശ്രീലക്ഷ്മിയാ.
അത് ഞങ്ങളെല്ലാവരെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്. രേഖ ചോദിച്ച കാര്യങ്ങളിൽ നീ ഇങ്ങനെ മറുപടി ഇല്ലാതെ നിൽക്കുമ്പോ ഇവള് പറഞ്ഞതൊക്കെ ശരിവെക്കേണ്ടി വരും ഞങ്ങൾക്ക്. രാത്രിയില് രഹസ്യമായിട്ട് ആരെ കാണാനാ പോയെന്ന് ചോദിക്കും മാത്രല്ലോ. രേഖ മാഡം മതി. ഞാൻ മിണ്ടാതെ നിന്ന് തരുന്നത് മാഡത്തിന് എന്തും പറയാനുള്ള ലൈസൻസ് അല്ല. ഞാൻ പോയത് എന്റെ പേഴ്സണൽ ആവശ്യത്തിനാ. അതെന്താണെന്ന് തൽക്കാലം ഞാൻ ആരോടും പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. എന്നെ കയറി ഭരിക്കാൻ രേഖ മാഡം വരണ്ട. തോന്നിവാസം കാണിച്ചതും പോരാ, എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ അതിനെ ന്യായീകരിക്കുന്നു. അനിയത്തിക്കുട്ടി പറഞ്ഞാൽ എന്താ തെറ്റ്? രേഖ പറയുന്ന പലതും സത്യമാണെന്നുള്ള രീതിയിലല്ലേ നിന്റെ ചെയ്തികൾ മുഴുവൻ? എന്നെ എന്റെ വീട്ടുകാരുടെ മുന്നിൽ തലതാഴ്ത്തി നിർത്തിയിട്ട് നീ എവിടേക്കാ ഈ കത്തിക്കയറി സംസാരിച്ചു പോകുന്നേ? നീ ഇപ്പൊ ചെയ്തതിന് അനിയത്തിക്കുട്ടിയെന്നല്ല, ഈ വീട്ടിൽ ആര് ചോദിച്ചാലും വ്യക്തമായ ഉത്തരം കൊടുക്കണം നീ. അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ നീയായിട്ട് ഒഴിവാക്കണമായിരുന്നു. നീ ആരാണെന്നാ നിന്റെ വിചാരം? ചേട്ടായി, ചേട്ടത്തിയമ്മ വേറെ ഉദ്ദേശത്തിലൊന്നും. രഘു, ഇക്കാര്യത്തിൽ എനിക്കിനി ആരുടെയും വക്കാലത്തിന്റെ ആവശ്യമില്ല. എനിക്കറിയണം എന്റെ ഭാര്യക്ക് എന്താ സംഭവിച്ചതെന്ന്, എന്താ ഉദ്ദേശമെന്ന്. അതല്ല, ഇവൾക്കിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും എനിക്കറിയണം. ഇനി അത് തീർത്തിട്ട് മതി വേറെ സംസാരം. നീ എന്തൊക്കെ ഇവിടെ ചെയ്തു കൂട്ടുന്നത്? അറി മാഡ്. ഞങ്ങൾ ആരെയും എന്തിന് ഈ എന്നെ പോലും വില കൽപ്പിക്കുന്നില്ലോ നീ? ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് വേറെ ആരെയോ പോലെ സംസാരിക്കുന്നത്, വേറെ ആരെയോ പോലെ പെരുമാറുന്നത്. ഞാൻ കണ്ടതും അറിഞ്ഞതും സ്നേഹിച്ചതുമായ ശ്രീലക്ഷ്മി അല്ലിപ്പോ. അല്ല, ഞാൻ ശ്രീലക്ഷ്മി അല്ല. ഞാൻ രവി സാറിന്റെ ശ്രീലക്ഷ്മി അല്ല. അത് തന്നെ ഞാനും ചോദിക്കുന്നത്. പിന്നെ ആരാ നീ? രാജനന്ദിനി.